ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം വളരെ ലാഘവത്തോടെയാണ് കേന്ദ്ര സർക്കാർ ആദ്യമൊക്കെ കണ്ടിരുന്നത്. ഇന്നലത്തേതോടെ കളി മാറിയിരിക്കുകയാണ്. ഇന്നലെ ഭീകരമായിട്ടുള്ള പോലീസ് ആക്ഷൻ അവിടെ ഉണ്ടായി. പക്ഷേ ഇവരടിച്ചോടിച്ച പാറ്റാക്കൂട്ടം രാത്രിയായപ്പോഴേക്കും വീണ്ടും രംഗത്തെത്തി. സംഗതി കളി ലോകത്ത് ഏത് പ്രസ്ഥാനത്തായാലും അടിച്ചമർത്തം നോക്കിയാൽ അവർ ശക്തി പ്രാപിക്കുകയുള്ളൂ. നമ്മൾ ആ ലോകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റങ്ങൾ, ജനകീയ മുന്നേറ്റം അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ മുന്നേറ്റം ഉണ്ടാകും. അടിച്ചമർത്തം നോക്കിയാൽ പ്രശ്നമാവും. ചൈനയിൽ ടിയാൻമെൻ സ്ക്വയറിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ടിയാൻമെൻ സ്ക്വയറിൽ ഈ കുട്ടികളെ നേരെ ടാങ്ക് കയറ്റി ഇറക്കിയായിരുന്നില്ല, കൊല്ലുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ അടിച്ചമർത്തം നോക്കിയിട്ട് കാര്യമില്ല. എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? അവരൊരു ചർച്ച നടത്തുക. എന്താണ് അവരുടെ ആവശ്യം? ജനാധിപത്യ രാജ്യമാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഇപ്പോൾ സുരക്ഷയുടെ പേരൊക്കെ പറഞ്ഞാലും പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ പേരാണെങ്കിലും ഒക്കെ തന്നെയും, പക്ഷേ ഈ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഇത്രയും വലിയ പ്രശ്നം വരുന്നത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിക്കണം. ഇത് ഒരു മാസം മുമ്പ് തുടങ്ങിയിട്ടുള്ള സമരമാണ്. എങ്കിൽ പോലും അത് ആ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയതോടെ അതിൻ്റെ രൂപവും ഭാവവും മാറി. ഈ സമരം ഇതിനെ നിസാരവൽക്കരിച്ചാണ് ഇതാദ്യം ഇവർ കണ്ടത്. ഇവന്മാരെന്തോ ചെയ്യാനാ, കുറേ പേര് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരിക്കുന്നു, എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാനില്ല, ആ ഒരു രീതിയിലേക്ക് പോയതാണ്. പക്ഷേ എവിടെയാണ് കുഴപ്പം പറ്റിയത്? ഇവർ ഇത് പാർലമെൻറ്റ് സമ്മേളനം അടുത്തോടെ ഈ സമരം ശക്തമാക്കി. അതായത് ആ സോനം വാങ്ചുക് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ഒരു നിരാഹാര സമരം, അദ്ദേഹം അത് ജയിലിലല്ല, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അവിടെ നിരാഹാരം തുടരുകയാണ്. സഫ്ദർജംഗ് ഹോസ്പിറ്റലിലാണുള്ളത്, അവിടെ നിരാഹാരം തുടരുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മളുടെ ഈ ചർച്ചയുടെ അടിയിൽ വന്നിട്ട് എഴുതും, നിങ്ങൾ യുവന്മാരെ ആളാക്കരുത്. പക്ഷേ നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാം, രാജ്യമെമ്പാടുമുള്ള ഒരു ജെൻസി പ്രക്ഷോഭം തന്നെയാണ് ഇത്, അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, ഇത് നേപ്പാളിലെ ബംഗ്ലാദേശിൽ സംഭവിച്ച പോലെയൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണണം, നമ്മുടെ ഭരണാധികാരികൾ മനസ്സിലാക്കണം ഇതാണെന്നുള്ളത്. കാരണം അവർ മുന്നോട്ട് ആ പരീക്ഷയെ ബന്ധപ്പെട്ട വിഷയം അത് ജെനുവിനാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ PSC ബന്ധപ്പെട്ട് ഇത്രയും വലിയ ക്രമക്കേട് നടന്നിട്ട് ഇവിടെ ആരും പ്രതിഷേധിക്കാനൊന്നുമില്ല. ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ദേശീയ തലത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇവരെങ്കിലും പ്രതിഷേധിക്കാൻ വന്നല്ലോ. വേറെ ആരും പ്രതിഷേധിച്ചു? അല്ല, നീറ്റ് പരീക്ഷ ക്രമക്കേടെന്ന് പറയുന്ന ചില്ലറ കാര്യമില്ല. കാരണം എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തു, എത്ര കുട്ടികൾ, അവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ ആളും അർത്ഥവും ചെലവാക്കി ലോൺ എടുത്ത്, മാതാപിതാക്കളുടെ ദാരിദ്ര്യ അവസ്ഥയിലും ലോൺ എടുത്ത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എഴുതിയ ഒരു പരീക്ഷയാണ് പെട്ടെന്ന് പൊടുന്നനെ അത് റദ്ദാക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ചോരാനൊരു ഇടയായ ഒരു സാഹചര്യം. അത് റദ്ദാക്കിയതിനെ തുടർന്ന് കുട്ടികൾ 3-4 കുട്ടികൾ അത് ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ കാണിച്ചത് യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ലാതെ രാജ്യം മുഴുവൻ നടക്കുന്ന ഒരു പരീക്ഷയിൽ ഇത്രയും ക്രമക്കേട് നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു അതിനകത്ത് പറ്റിപ്പോയ കാര്യം എന്താണ്, ആ OSM ഓൺ സ്ക്രീൻ മാർക്കിംഗ് ആ സംഭവം ശരിയായിട്ടില്ല, അത് വിജയിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഇതിനെല്ലാം ഉപരി ഇതിന് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതെ, അപ്പോൾ അങ്ങനെ നടന്ന വലിയൊരു കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ആ വിദ്യാഭ്യാസ മന്ത്രിക്ക് അതിനൊരു അവസരം വരുന്നില്ല. ആ വിദ്യാഭ്യാസ മന്ത്രി അതിന് തയ്യാറാവുന്നില്ല. ഇനി സർക്കാർ, പ്രധാനമന്ത്രി പോലും ഇതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതൊരു വീഴ്ച തന്നെയാണ്, വലിയ വീഴ്ചയാണ്. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അപ്പോഴേ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന രാജ്യവിജ്ഞാനമൊന്നും ദുരഭിമാനമൊന്നും പാടില്ല കേന്ദ്ര സർക്കാരിന്. ഇത് ഞങ്ങൾ അഭിമാനത്തിന് മോശമാണെന്നൊന്നും അവർ കരുതരുത്. കാരണം ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികളാണ് ഇന്ത്യ ഭരിക്കുന്നത്. ജനങ്ങളുടെ വികാരമാണ് ഈ കുട്ടികൾ അവിടെ പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടികളെന്നാണ് നാളത്തെ വലിയ പൗരന്മാരാണ്, ഈ ചെറുപ്പക്കാരെ ആളുകൾ. നാളെ ഈ രാജ്യം എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് വലിയൊരു തലമുറയിൽപ്പെട്ടവരാണ് അവരൊക്കെ തന്നെ. അതുകൊണ്ട് ഇവരെ തീരെ നിസ്സാരന്മാരെ നമ്മളൊരിക്കലും കണക്കാക്കരുത്. നമ്മുടെ ലോകത്ത് പല രാജ്യങ്ങളിലും വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ചെറുപ്പക്കാരെന്ന് പറയുന്നത്. അതെ, ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്നതിലേക്കായിരുന്നു അവരുടെ ആവശ്യം വന്നിരിക്കുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന് വലിയ വീഴ്ചയാകും എന്ന് ഭയന്നിട്ടാണ് അതിന് തയ്യാറാകാതെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പാറ്റാക്കൂട്ടത്തെക്കുറിച്ച് നമ്മളും ആദ്യം വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. ഇതിനകത്തൊരു വ്യാപക പ്രചാരണം പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാരാണ് ഇതിനുള്ളിൽ വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയ. അത് സ്വാഭാവികമാണ്, അത് വരാതിരിക്കാം. പിന്നീട് ഇവർ ജന്തർ മന്ദറിൽ ഈ സമരം ആരംഭിക്കുമ്പോൾ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന IT പ്രൊഫഷണൽ, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് എത്തുന്നു. അന്ന് എത്തിയതിനു ശേഷം ജന്തർ മന്ദറിൽ ഈ സമരം ആരംഭിക്കുന്നു. ഈ സമരം ആരംഭിക്കുന്ന സമയത്ത് ഇത് വളരെ ദുർബലമായി. അതെ,
ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ആരും ഇല്ലായിരുന്നു. കാരണം ഇത് വളരെ എല്ലാവരും പരിഹസിച്ച് പുച്ഛിച്ചുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ അവരെ പുച്ഛിക്കുകയായിരുന്നു. ഇവരെ ഏതോ കുറേ ഇവിടെ കിടന്ന കുറേ ചെറുപ്പക്കാർ വന്ന് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ വന്ന് സമരം ചെയ്തെന്നൊക്കെയായിരുന്നു. പക്ഷെ അതിൻ്റെ രൂപം മാറി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ അവതാരക രഞ്ജിനി ഹരിദാസൊക്കെ അപ്പരോട് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സമരം ഞാൻ കണ്ടു. അത് ശരിക്കും നമ്മൾ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് സംസാരശേഷി ഇല്ലാത്ത കുറേ കുട്ടികൾ അവർ വന്നിട്ട് ഈ TV ചാനലുകൾക്ക് മുന്നിൽ അവരുടെ പ്രതിഷേധം പറയുകയാണ്. അവർ ആംഗ്യഭാഷയിൽ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. ഈ ആംഗ്യഭാഷയിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ TV ചാനലുകളിലെല്ലാം ആംഗ്യഭാഷയിലുള്ള വാർത്താവതരണം നടക്കുന്നുണ്ട്. ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിലും ഈ ആംഗ്യഭാഷയിലുള്ള വാർത്താവതരണം അത് അവരുടെ ഒരു പ്രതിഷേധം അത് നമ്മൾ കണ്ടു. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ്റെ സമരം. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ സോനം വാങ്ചുക് തീവ്രവാദ നേതാവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത്. അതെ, ഇത് കാണുന്ന പലരും വിചാരിക്കും ഇയാളെ അത് തീവ്രവാദി കൊണ്ടുവന്നാണ് ഈ സമരം നടത്തിക്കണമെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികൾ ഈ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വന്നതിൽ പകുതി നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളായിരിക്കും. നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾക്ക് മാത്രമേ അതിൻ്റെ നോവും നൊമ്പരവും മനസ്സിലാവുകയുള്ളൂ. എത്രയോ കാലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇനിയും വേണ്ട, നമ്മൾ അവരുടെ സ്ഥാനത്ത് നമ്മളാണെന്ന് കരുതുക. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി പരീക്ഷ വരുന്നുണ്ടെങ്കിൽ സാധാരണ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ട് വീണ്ടും പരീക്ഷ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ നമ്മുടെ ഒരു ആലോചിച്ച് നോക്കി അല്ലേ? അല്ല, അത് നമ്മളൊക്കെ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇത്തരം സംഭവങ്ങൾ പരീക്ഷ മാറ്റി വയ്ക്കുന്നതും പരീക്ഷ റിസൾട്ട് വരാൻ വൈകുന്നതും അത് നമ്മുടെ ഭാവിയിലുള്ള ഹയർ എഡ്യൂക്കേഷനെ ബാധിക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ശരിക്കും ഇത് വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവൂ. ഈ വിമർശിക്കാൻ ഇറങ്ങുന്നവർക്ക് ഈ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ അവരുടെ അത് ന്യായമായിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭാവി തലമുറയെ ആണ് ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അത് കൃത്യമായി സർക്കാർ അതിൽ നിലപാടെടുക്കുകയും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് മറ്റേ അപകടം ചെയ്യും. അല്ല, BJPക്കും നരേന്ദ്രമോദി സർക്കാരിനും എതിരെയുള്ള ഒരു പ്രോപ്പഗൻഡയാണ് ഇത് എന്നാണ് ഇപ്പോൾ ഇവരുടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും നമ്മളൊക്കെ ആദ്യം ഈ പാറ്റ മുന്നേറ്റത്തെ വളരെ ഹാസ്യാത്മകമായിട്ട് കണ്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ് അല്ലേ? ഇപ്പോഴാണ് അത് ഒരു ഗൗരവമായി അതൊരു സീരിയസ് തലത്തിലേക്ക് വ്യാപിക്കുന്നത്. ഇന്നലെ നോക്ക്, അവിടെ സമരത്തിനെത്തിയവരെ മുഴുവൻ അവരെ ഓടിച്ചിട്ട് അടിച്ചു. അതിക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത്. പോലീസുകാർക്കും പരിക്കുണ്ട്, ഈ കുട്ടികൾക്കും പരിക്കുണ്ട്. പക്ഷേ ഈ മർദ്ദനത്തിന് ശേഷവും ആൾക്കാർ അവിടെ തടിച്ചുകൂടി എന്നുള്ളത് മാത്രമല്ല ഇവർ രാഷ്ട്രീയ പശ്ചാത്തലം നേരത്തെ തല്ലുകൊണ്ട് ലാസ്റ്റ് ചാർജ് ഇതിൽ പോയി പങ്കെടുത്തൊന്നും പരിചയമുള്ളവരൊന്നുമല്ല. അവർ വന്ന ഒരു ചെറുപ്പക്കാരാണ്. അവരാ ഊർജ്ജം കൊണ്ട് അവരോട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. സർക്കാർ ആദ്യം കരുതിയത് ഇത് ഇവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ എണീറ്റ് പൊക്കോളും എന്നാണ്. അതിനുവേണ്ടിയാണ് ആദ്യം ഈ ജന്തർ മന്ദറിലെ വൈദ്യുതിയും വെള്ളവും എല്ലാം പബ്ലിക് ടോയ്ലറ്റ് എല്ലാം പൂട്ടിയത്. അപ്പോൾ ഇന്നലെ നടത്തിയ പരിപാടിയുണ്ടോ? ഇന്നലെ എന്ത് പറ്റി? ഇന്നലെ മെട്രോ വഴി ആൾക്കാർ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവർ മെട്രോ ക്ലോസ് ചെയ്തു. മെട്രോ അപ്പോൾ അതിന് അർത്ഥം എന്താണ്? ഇവർ ഭയന്നു എന്നാണ്. മാത്രമല്ല ഇവരുടെ 2 നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചു. ഈ 2 നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചു. ഈ 2 നേതാക്കളെ എന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ, ഇയാളെ രാജിവെക്കണം, ഈ കാര്യത്തിൽ അന്വേഷണം വേണം. പക്ഷേ അത് ഇവർ സമ്മതിച്ചു കൊടുക്കില്ല. അതിനുശേഷമാണ് ഇന്നലെ വീണ്ടും ഇത് പ്രക്ഷോഭം ശക്തമാകുന്നതും ഇത് അടിയും പിടിയാകുന്നതും. പാറ്റാക്കൂട്ടത്തെ ഇവർ ഓടിച്ചിട്ട് അടിച്ച്, ഞാൻ പറഞ്ഞില്ല ഇന്നലെ നമ്മൾ TV കണ്ടില്ല, ഇവർ മൊബൈൽ ജാമർ ഉപയോഗിച്ചു. ഈ മൊബൈൽ ജാമർ അവിടുത്തെ ഇൻ്റർനെറ്റ് സംവിധാനം എല്ലാം വിച്ഛേദിച്ചു. എങ്കിൽ പോലും എന്താണ്, കുറേ ദിവസം തങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ പെട്ടിയും കിടക്കയൊക്കെ എടുത്തോട്ടാണ് ആളുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ മെട്രോ അടയ്ക്കുന്നു. ഇവിടേക്ക് പ്രവേശനം, അതായത് ഇന്നത്തെ മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 10,000-കണക്കിന് ആൾക്കാർ ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. കർഷക മാർച്ചിന് ശേഷം ലോങ് മാർച്ച് നടന്നില്ലേ? കർഷക മാർച്ച് നമ്മളെ സർക്കാരിന് കർഷക മാർച്ചിന് വന്നു. ഇതും ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് ശരി, ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി സ്വയം രാജിവെക്കേണ്ടതാണ്. മന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെടേണ്ട. എന്തിനേറെ പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ അരിയല്ലൂർ ട്രെയിനെ പോകണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിന് അത് നേരിട്ട് ഒരു ബന്ധമില്ല, ആ കാലം കഴിഞ്ഞു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എന്തോ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞാണ് AK ആന്റണി ചുമ്മാ രാജിവെക്കായിരുന്നു. അദ്ദേഹം 2 തവണ എങ്ങനെയാ അല്ലെ? അപ്പൊ ഇദ്ദേഹത്തിന്റെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ നേതാക്കളുടെ അവരുടെ ഒരു രീതിയാണത്. അവര് ഈ രാഷ്ട്രീയത്തെ പരിപാവനവും പവിത്രവുമായിട്ട് കണ്ടിരുന്നു.
കള്ളന്മാരില്ലെന്നല്ല, കള്ളന്മാരുണ്ട്. കള്ളന്മാരുണ്ട്. പക്ഷേ ഇതിനെ അതിന്റെ പവിത്രതയോടെ അല്ലെ രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന ആ ഒരു ജോലിയോട് ഒരു ധാർമ്മികത പ്രകടിപ്പിച്ചിരുന്നവരാണ് നമ്മുടെ മുൻഗാമികൾ. എന്താണെങ്കിലും ശരി, പാറ്റാക്കൂട്ടത്തിന്റെ മുന്നേറ്റം വളരെ വലുതാണ്. അടിച്ചമർത്താൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. അവിടെ ഇനി ഒരു രക്തസാക്ഷി ഉണ്ടായാൽ അതോടുകൂടി ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറും. മാത്രമല്ല, ഇന്നലെ ഇവർക്ക് വലിയ മടിയായിരുന്നു, പിന്നെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മടിയായിരുന്നു ഈ വിഷയം അവിടെ ഉന്നയിക്കാൻ. പക്ഷേ ഇന്നലെ ആ വിഷയം അവിടെ ഉന്നയിക്കേണ്ടി വന്നു. അവർക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് വേറെ വിഷയങ്ങളാണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് പറ്റില്ല എന്ന് എല്ലാ ഘടകകക്ഷികളും ആവശ്യം ഉന്നയിച്ചതോടെയാണ് ഇന്നലെ ഈ പാറ്റാ സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇനി പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ ബഹളമാകും. അതിന് നേരെ അക്രമവും ലാത്തിച്ചാർജും വെടിവയ്പ്പും ഉണ്ടാകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതോടുകൂടി ഈ ഇന്ത്യ മഹാരാജ്യത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ പാറ്റാ സമരത്തെ ഒത്തുതീർപ്പാക്കാനാണ് സർക്കാർ. സമവായം ആണ് ഏറ്റവും നല്ലത്. അടിച്ചമർത്തൽ ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല.